ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ട്രേഡിംഗ് ചാർട്ടുകൾ നോക്കുമ്പോൾ വിലകൾ പെട്ടെന്ന് കുതിച്ചുയരുന്നത് കണ്ടിട്ടുണ്ടോ? അതിന്റെ പിന്നിലൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ. ഇന്ന് നമ്മൾ അതെന്താണെന്ന് നോക്കാൻ പോവാണ്. പ്രൈസ് ആക്ഷൻ ശരിക്കും മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ വില റോക്കറ്റ് വിട്ട പോലെ ഒറ്റയടിക്ക് കേറിപ്പോയത് എന്നൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ആ വലിയ ചാട്ടങ്ങൾക്കിടയിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ആ ഒരു രഹസ്യമാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മൾ ചുരുക്കി FVG എന്ന് പറയും. സംഗതി സിമ്പിളാണ്. വില ഭയങ്കര സ്പീഡിൽ മുകളിലേക്കോ താഴേക്കോ പോകുമ്പോഴില്ലേ മാർക്കറ്റിന് ആ വേഗതയുടെ കൂടെ ഓടിയെത്താൻ പറ്റില്ല. അപ്പോ എല്ലാ ട്രേഡുകളും ആ ലെവലിൽ നടക്കണമെന്നില്ല. അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ്, ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ശരി, അപ്പൊ ഈ പറയുന്ന വിലയിലെ ഒരു അസന്തുലിതാവസ്ഥ, അതെന്താണ് സംഭവം? നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, വിചാരിക്കുക, ഒരു സ്റ്റോക്കിന്റെ വില 100 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 110ലേക്ക് ചാടി. ആ ഒരു ഓട്ടത്തിനിടയിൽ 103നും 106നും ഇടയിലുള്ള പ്രൈസിൽ വളരെ കുറച്ച് ട്രേഡുകളെ നടന്നിട്ടുണ്ടാവും. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം പോലെയായില്ലേ? മാർക്കറ്റിന് സാധാരണയായ ഒരു സ്വഭാവമുണ്ട്. ഈ ഒഴിഞ്ഞ സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് തിരികെ വരും. ആ ഒരു 103നും 106നും ഇടയിലുള്ള സോണിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു ചാർട്ടിൽ നോക്കിയാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പേടിക്കണ്ട, ഇതിന് വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഒരു സിമ്പിൾ 3 കാൻഡിൽ പാറ്റേൺ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കിത് വളരെ ഈസിയായിട്ട് തോന്നും. ബുള്ളിഷ് FVGയും ബെയറിഷ് FVGയും കണ്ടുപിടിക്കാനുള്ള റൂള് വളരെ സിമ്പിളാണ്. ഒരു ബുള്ളിഷ് FVG എടുക്കുകയാണെങ്കിൽ അതിലെ മൂന്നാമത്തെ കാൻഡിലിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റില്ലേ, അത് ഒന്നാമത്തെ കാൻഡിലിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റിന് മുകളിലായിരിക്കും. അതായത് അവ തമ്മിൽ ടച്ച് ചെയ്യില്ല, നടുക്കൊരു ഗ്യാപ്പ് കാണാം. ബെയറിഷ് FVGയിലാണെങ്കിൽ നേരെ തിരിച്ചും. സിമ്പിൾ. അപ്പോ ഒരു ബുള്ളിഷ് FVG എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഒന്നാമതായി ഒരു ചെറിയ കാൻഡിൽ വരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു വലിയ പച്ച കാൻഡില്, വില മുകളിലേക്ക് കുതിക്കുന്നു. പിന്നെ വരുന്ന മൂന്നാമത്തെ കാൻഡിലും മുകളിലേക്ക് തന്നെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ആ ഒന്നാമത്തെ കാൻഡിലിനും മൂന്നാമത്തെ കാൻഡിലിനും ഇടയിൽ ഒരു വിടവ് വന്നിട്ടുണ്ടാകും. അതുതന്നെ, അതാണ് നമ്മുടെ ബുള്ളിഷ് FVG. ഇനി ബെയറിഷ് FVGയുടെ കാര്യം, കഥ സെയിമാണ്, പക്ഷെ നേരെ ഓപ്പോസിറ്റ്. ഒരു ചെറിയ കാൻഡിലിന് ശേഷം വില ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നു. ഒരു വലിയ ചുവന്ന കാൻഡിൽ. മൂന്നാമത്തെ കാൻഡിലും താഴേക്ക് പോകുമ്പോൾ അവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാകും. കണ്ടോ? ഈ 2 പാറ്റേണുകളും മനസ്സിൽ വെക്കുന്നത് ട്രേഡിംഗില് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്കിപ്പോൾ അറിയാം. പക്ഷെ അടുത്ത ചോദ്യം, നമ്മളെപ്പോലുള്ള ട്രേഡർമാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം? എന്തിനാണിതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിന് പിന്നിലുള്ള ലോജിക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ട്രേഡിംഗ് ലോകത്ത് പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. വലിയ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെ ഒരുമിച്ച് വലിയ ഓർഡറുകൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് വില എങ്ങനെ ഒറ്റയടിക്ക് കയറിപ്പോകുന്നത്. ആ ഒരു തിരക്കിനിടയിൽ അവരുടെ എല്ലാ ഓർഡറുകളും ചിലപ്പോൾ ഫില്ലായിക്കൊള്ളണമെന്നില്ല. ഇത് മാർക്കറ്റിലൊരു ഇൻഎഫിഷ്യൻസി, അതായത് നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ആ വിട്ടുപോയ ഓർഡറുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വില പിന്നീട് ഈ ഗ്യാപ്പുകളിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാപ്പുകളുണ്ടല്ലോ, അതൊരു മാഗ്നറ്റ് പോലെയാണ്. ഭാവിയിലെ വിലയെ ആ ഭാഗത്തേക്ക് വലിച്ചെടുപ്പിക്കാൻ നല്ല സാധ്യതയുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വില അങ്ങോട്ട് തിരിച്ചുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊന്നും നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പോയിന്റാണിത്. FVGകൾക്ക് 2 പ്രധാനപ്പെട്ട റോളുകളുണ്ട് മാർക്കറ്റിൽ. ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ, അതായത് വില മുകളിലേക്ക് പോകുമ്പോൾ ഈ ഗ്യാപ്പ് ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. വില താഴെ വീഴാതെ താങ്ങി നിർത്തും. നേരെ മറിച്ച് ഒരു ബെയറിഷ് മാർക്കറ്റിൽ വില താഴേക്ക് വരുമ്പോൾ ഇതേ ഗ്യാപ്പ് ഒരു റെസിസ്റ്റൻസ് ആയി മാറും, വില മുകളിലേക്ക് കയറുന്നതിനൊരു തടസ്സമായിട്ട്. ഇനി നമുക്ക് ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം. ഈ അറിവൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഇതിനെ എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാക്കാം? നമുക്ക് നോക്കാം. പൊതുവെ 3 പ്രധാന രീതികളിലാണ് ട്രേഡർമാർ FVG ഉപയോഗിക്കാറ്. ഒന്നാമത്തേത് എൻട്രി പോയിന്റുകൾ കണ്ടുപിടിക്കാൻ, എവിടെ ട്രേഡിലേക്ക് കടക്കണം എന്ന് തീരുമാനിക്കാൻ. 2, കോൺഫ്ലുവൻസിനു വേണ്ടി, അതായത് മറ്റു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളോടൊപ്പം FVG കൂടി ഒത്തുവരുന്നുണ്ടോ എന്ന് നോക്കി നമ്മുടെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിക്കാൻ. മൂന്നാമതായി ഗ്യാപ്പിനുള്ളിലെ ഒരു പ്രത്യേക ലെവൽ ശ്രദ്ധിക്കാനാണ്. ആ പറയുന്ന പ്രത്യേക ലെവലാണ് ഈ 50%.
കേട്ടോ, പലപ്പോഴും വില ആ FVG സോൺ മുഴുവനായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ആ ഗ്യാപ്പിന്റെ പകുതി വരെ, അതായത് 50% വരെ വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകാം. ഈ ഒരു ലെവലിനെ മെയിൻ ത്രെഷോൾഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പല ട്രേഡർമാരും ആ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാനായിട്ട് കാത്തിരിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, വെറുതെ ഒരു FVG കണ്ടെന്ന് വെച്ച് കണ്ണുമടച്ച് ട്രേഡ് എടുക്കുന്നത് ശരിക്കും അപകടമാണ്. എപ്പോഴും മറ്റു കാര്യങ്ങൾ കൂടി നോക്കണം. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങോട്ടാണ്, ലിക്വിഡിറ്റി എവിടെയാണ്, പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെഷനുകളാണോ, ഇങ്ങനെ പല കാര്യങ്ങളുമായി FVG ഒത്തുവരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പവർ നമുക്ക് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫ്ലുവൻസ്, അതായത് ഒന്നിലധികം സിഗ്നലുകൾ ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? എല്ലാം കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു FVG ചെക്ക്ലിസ്റ്റ് പോലെ ഓർത്തുവെക്കാൻ പറ്റുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ 4 കാര്യങ്ങളും മനസ്സിൽ നന്നായി ഉറപ്പിച്ചോളൂ. ഒന്നാമത്തേത്, FVG എന്ന് പറയുന്നത് വിലയിലുണ്ടാകുന്ന ഒരു ഇംബാലൻസ് ആണ്, അല്ലാതെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഗ്യാപ്പല്ല. 2, വലിയൊരു പ്രൈസ് മൂവ്മെന്റിന് ശേഷമായിരിക്കും ഇത് സാധാരണയായി കാണുക. 3, വില ആ ഗ്യാപ്പിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്, പക്ഷേ എപ്പോഴും വരണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് 4ാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. എപ്പോഴും മറ്റ് കൺഫർമേഷനുകളോടൊപ്പം മാത്രം FVG ഉപയോഗിക്കാം. അപ്പോ ഇനി മുതൽ നിങ്ങൾക്ക് ഒരു ചാർട്ടിലെ ഗ്യാപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓർക്കുക, അത് വെറും ഒരു ഒഴിഞ്ഞ സ്ഥലമല്ല, മാർക്കറ്റ് നിങ്ങളോട് പറയുന്ന ഒരു കഥയാണത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ചാർട്ടിലൊരു FVG കാണുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്നാലോചിക്കുക. മാർക്കറ്റ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? എന്തവസരമാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു തരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.